ഇന്ന് വർത്തമാനത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ജോൺ മുണ്ടക്കയ. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. വാർത്താമാധ്യമങ്ങളിൽ മനോരമയിൽ 40 വർഷത്തെ നമുക്ക് പരിചയമുണ്ട് ജോൺ മുണ്ടക്കയം സാറിന്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം വർത്തമാനത്തിലുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് സോളാർ വിശേഷം എന്നായിരുന്നു. നമുക്കറിയാം, സോളാർ വിശേഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു സോളാർ വിഷയം. ആ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി തന്നെ അതിന് ബലിയാടാകേണ്ട സ്ഥിതി വരെ വന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് നേതാക്കന്മാരുടെ പേരുകൾ അതിനകത്ത് വലിച്ചെറിച്ചു. ആ കേസുകളൊക്കെ ഇപ്പോൾ ആ കേസുകളൊക്കെ അന്ന് ഇപ്പോഴും പല കേസുകളും ഉണ്ടെങ്കിലും മുഖ്യമന്ത്രി അതിനകത്ത് കക്ഷിയല്ല എന്നൊക്കെയുള്ള വിധികൾ വന്നുവെങ്കിലും ഇപ്പോഴും അതിലെ നായകന്മാരും പ്രതിനായകന്മാരും നായികമാരും ഒക്കെ ഇപ്പോഴും പല രീതിയിൽ പല സംഭവങ്ങളുമായി ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ചില കേസുകളിൽ തനിയാവർത്തനമാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ 2 ദിവസമായി സോളാർ കേസുമായി ബന്ധമുള്ള അന്നത്തെ മന്ത്രിയും MLA-യും ഇന്നത്തെ ഒരു മന്ത്രിയുമായ KB ഗണേഷ് കുമാർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ ചർച്ചകളാണ് കേരളത്തിൽ നടന്നത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകളാണ്. അപ്പോൾ എൻ്റെ ഒരു സംശയം, സോളാർ വിഷയത്തിൽ ഇദ്ദേഹം അതിനകത്തൊരു കക്ഷി തന്നെയായിരുന്നു. അതിൽ അദ്ദേഹത്തിന് വലിയ റോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. അത് അങ്ങേക്ക് എന്താണ് അങ്ങനെ തോന്നാനുള്ള ഒരു കാര്യം? ഇത് നമുക്ക് സാധാരണ പറയാറുണ്ട്, ഈ ചരിത്രം ആദ്യം സംഭവമായിട്ടും പിന്നെ പ്രഹസനമായിട്ടും ആവർത്തിക്കുന്നു എന്ന പോലെയാണ് ഇപ്പോൾ ഇത് ഒരേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. 10-12 വർഷത്തിന് ശേഷം അതേപോലെ ആവർത്തിക്കുകയാണ്. എന്താണ് സോളാർ വിശേഷവുമായിട്ട് അല്ലെങ്കിൽ സോളാറുമായിട്ട് നടന്ന ആ സംഭവം എന്താണോ അതിന് തന്നെ ആവർത്തനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഞാൻ ഈ സോളാർ വിശേഷത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. സോളാർ വിശേഷം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, സോളാർ വിവാദത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ആരോപണം ഉയരുന്നത് ഗണേഷ് കുമാറിന്റെ വീട്ടിൽ നിന്നാണ്. അല്ലെങ്കിൽ ഗണേഷ് കുമാറിനെതിരായിട്ട് ഗണേഷ് കുമാറിന്റെ ഭാര്യ കൊടുക്കുന്ന പരാതിയുടെ തുടർച്ചയായിട്ടാണ് സംഭവം ഉണ്ടാകുന്നത്. അത് അധികമാൻ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് തന്നെ ആവർത്തിച്ചിരിക്കുന്നു. അതേ ഗണേഷ് കുമാർ അതേ സ്ഥലത്ത് നിന്ന് MLA ആയിരിക്കുന്നു, അതേപോലെ തന്നെ വീണ്ടും മന്ത്രിയായിരിക്കുന്നു. അന്ന് UDF മന്ത്രിസഭയിലെങ്കിൽ ഇന്ന് LDF മന്ത്രിസഭയിൽ. പക്ഷേ ആ ഗണേഷ് കുമാറിന് അതേ പ്രതിസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ മന്ത്രിസഭയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. കഥാനായകൻ ഒന്ന് തന്നെ, നായികമാരും മാറിയിട്ടുണ്ട്. എന്താണോ അന്ന് ഈ യാമിനി തങ്കച്ചി എന്ന് പറയുന്ന അന്നത്തെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗണേഷ് കുമാറിനെതിരായിട്ട് ഉന്നയിച്ചോ അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ ബിന്ദുമേനോൻ ഉന്നയിച്ചത്. ഒരു വ്യത്യാസം, ബിന്ദുമേനോൻ ഇപ്പോൾ കോംപ്രമൈസ് ആയിരിക്കുന്നു. ആ കോംപ്രമൈസിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല. പക്ഷെ യാഥാർത്ഥ്യങ്ങൾ നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അന്ന് സംഭവിച്ചത് ഇന്നും ആവർത്തിക്കുന്നു. അന്നും ആദ്യം കോംപ്രമൈസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പല. ഇല്ല, അത് കോംപ്രമൈസ് ആയില്ല. കാരണം യാമിനി തങ്കച്ചി ഒരു തറവാടിത്തമുള്ള സ്ത്രീയായിരുന്നു, അന്തസ്സുള്ള സ്ത്രീ. അതുകൊണ്ട് അവർ കോംപ്രമൈസിനൊന്നും തയ്യാറായില്ല. കോംപ്രമൈസിനാണ് ശ്രമിച്ചത്. മറ്റുള്ളവർ അന്തസ്സില്ലെന്ന് ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ജനം വിധിച്ചോട്ടെ. അത് കാരണം എനിക്കറിയില്ല എന്താണ് ഇത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ആരോപണം ഉന്നയിക്കാൻ പിറ്റേ ദിവസം കോംപ്രമൈസ് ആയെന്ന് പറയുക, അതിനെക്കുറിച്ച് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ യാമിനി തങ്കച്ചി അവര് ഭർത്താവ് കാണിച്ച, അവരുടെ മുന്നിൽ ഭർത്താവ് കാണിച്ച, അവരോട് കാണിച്ച അനീതി, ഒരു ഭാര്യയുടെ മുന്നിൽ ഒരു ഭർത്താവ് എത്രമാത്രം തരം താഴാമോ, അവരനുഭവിച്ച വാക്കാണ്, അത്രമാത്രം തരം താഴാമോ അത്രമാത്രം തരം താഴുകയും ഒരു സ്വന്തം വീടിനുള്ളിൽ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിന്റെ മുന്നിൽ കാൽക്കൽ വീണ് കേണപേക്ഷിക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്നാണ് അന്ന് യാമിനി തങ്കച്ചി പറഞ്ഞത്. ആ യാമിനി തങ്കച്ചി അതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി തുടർന്നാണ് അന്ന് ഗണേശ് രാജിവെച്ചത്. ഒരുപാട് കാര്യങ്ങൾ അന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പലതും ഇപ്പോഴും ലൈവായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോഴും അത് ലൈവായി നമുക്ക് കേൾക്കാം, ലൈവായി കാണാം. അത്
അതെ. അല്ല, അന്ന് അവര് പറഞ്ഞ കാര്യങ്ങൾ തുടർച്ചയായിട്ടായിരുന്നു രാജി. ആ രാജിയാണ് വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആരോപണമായിട്ട്, അല്ല ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയുള്ള കാരണമായി മാറിയത്. കാരണം ആ രാജിവെച്ചപ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഈ താങ്കളുടെ കേസൊക്കെ തീർന്നു കഴിയുമ്പോൾ താങ്കളെ തിരിച്ചെടുക്കാം, അതിന് വിരോധമൊന്നുമില്ല, ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ തിരിച്ചെടുത്തില്ല എന്നുള്ള കാരണത്തിന്റെ പേരിലാണ് ഈ ഉമ്മൻചാണ്ടി ഈ സരിതയുടെ കത്തിൽ കടന്നുകൂടുന്നത്. അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഈ ഫെനി ബാലകൃഷ്ണൻ കൊട്ടാരക്കര കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയിൽ പറഞ്ഞു. പക്ഷെ എന്റെ പുസ്തകത്തിലുണ്ടായ കാര്യം, എന്റെ പുസ്തകത്തിൽ അത് ഫെനി ബാലകൃഷ്ണൻ എന്ത് പറഞ്ഞു അത് ഞാൻ എന്റെ പുസ്തകത്തിൽ അത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ, ഇപ്പം 3 വർഷം എന്റെ പുസ്തകം ഇറങ്ങിയിട്ട് ഇപ്പം 2 വർഷമാകുന്നു. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അന്ന് എന്താണ് നടന്നത് എന്നുള്ളതിന്റെ ആവർത്തനം ഇപ്പൊ നടക്കുകയാണ്. അതായത് അതേപോലെ തന്നെ സ്വന്തം വീട്ടിൽ വെച്ച് ഭാര്യ ഭർത്താവിന്റെ അവിഹിതമായിട്ടുള്ള ബന്ധം കണ്ടെത്തുന്നു, അവരത് പരസ്യമായി പറയുന്നു. ആ പറഞ്ഞതിന്റെ പേരിൽ അവരുടെ അന്നും ഇതുപോലെ തന്നെ അവിടെ ഒരു മന്ത്രിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഒരു പേഴ്സണൽ സ്റ്റാഫിൽ തടയാൻ ശ്രമിച്ചു, ഒരു പേഴ്സണൽ സ്റ്റാഫിൽ മറയ്ക്കാൻ ശ്രമിച്ചു, ഒരു പേഴ്സണൽ സ്റ്റാഫ് ഇവരെ ആക്രമിച്ചില്ല, പക്ഷെ ഇതുപോലെ തന്നെ ഇവരെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഇന്നും അതൊക്കെ തന്നെ ആവർത്തിച്ചിരിക്കുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കുന്നു. ആ കോംപ്രമൈസ് ഉണ്ടായാലും ജനങ്ങളുടെ മുന്നിൽ ഇന്നലെ രാത്രി നടന്ന സംഭവം എന്ന് പറയുന്നത് ഗണേഷ് കുമാർ ഭാര്യയോട് ക്ഷമ ചോദിച്ചിരിക്കുന്നു. ബിന്ദു എന്നോട് ക്ഷമ ചോദിച്ചു, നല്ല കാര്യം. ടോട്ടലി ചെയ്താൽ ക്ഷമ ചോദിക്കണം, ടോട്ടലി സറണ്ടറായി. പക്ഷേ ഗണേഷ് കുമാർ ഒരു മന്ത്രിയാണ്. പക്ഷെ ഗണേഷ് കുമാർ ഒരിക്കലും ഒരിടത്ത് പറഞ്ഞു. ഇന്നലെ ഗണേഷ് കുമാർ ഇന്നലെയും മെനിയാന്നുമായിട്ട് ഗണേഷ് കുമാർ കംപ്ലീറ്റ് മീഡിയയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, മീഡിയയുടെ ഒരു വലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ മീഡിയക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തെ വാച്ച് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ചുറ്റും വലയം സൃഷ്ടിച്ചായിരുന്നു മാധ്യമങ്ങൾ മുഴുവൻ ഇന്നലെ മെനിയാന്നുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരിടത്തും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം നടന്നിട്ടില്ലെന്നോ അദ്ദേഹം ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞ വളരെ വളരെ നല്ലൊരു പോയിന്റാണ്. കാരണം ഗണേഷ് കുമാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗണേഷ് കുമാർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ചെയ്തൊന്നും ഗണേഷ് കുമാറിന് തോന്നിയിട്ടില്ല, ഇപ്പോഴും തോന്നുന്നില്ല. ഗണേഷ് കുമാർ എന്താ പറയുന്നത്, എനിക്ക് പിന്നെ വിവാഹേതര ബന്ധങ്ങളുണ്ടാവാം, എനിക്ക് 5000 പേരോട് പ്രണയം ഉണ്ടാവാം, നിങ്ങൾക്ക് കുടുംബകാര്യം എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ഒരിക്കലും അങ്ങനെ പറഞ്ഞല്ലോ, പുള്ളിക്ക് വിവാഹേതര ബന്ധമുണ്ടെന്ന് നമ്മള് ബിറ്റ്വീൻ ദ ലൈൻ വായിച്ചതാണ്. അതെ, പക്ഷെ പുള്ളി പറഞ്ഞതേ ഉള്ളൂ, അല്ല പ്രേമം ആസ്വദിക്കുന്നു, അത് ഒന്നല്ല 5000-ഓളം. അത് ആർക്കും ആസ്വദിക്കാം. അത് പുള്ളിക്ക് മാത്രം പുള്ളി പറഞ്ഞില്ല. പുള്ളി പറഞ്ഞത് പ്രേമം ആസ്വദിക്കാത്തവര് ഇന്നുണ്ടോന്നോ ചോദിക്കുന്നത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അത് തുടങ്ങി പിന്നെ മാധ്യമ പ്രവർത്തകർ വരെ, പിന്നെ നാട്ടുകാര് ഇവരൊന്നും പ്രേമം ആസ്വദിക്കുന്നില്ലയോ? ഒരു ലളിതമായ ചോദ്യം, മഹാത്മാഗാന്ധിയുടെ വീട്ടിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോ? അങ്ങനെ ഒരു രംഗം ഉണ്ടായോ? നെഹ്റുവിന്റെ വീട്ടിൽ നിന്ന് നെഹ്റുവിന്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചോ? ഇത് അപ്പൊ ഈ ഭാര്യ പറയുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നത് പ്രേമമായിരുന്നു അല്ലേ? എനിക്കറിയില്ല, എനിക്ക് വലിയ അറിവൊന്നുമില്ല. അതിന്റെ പേര് പ്രേമമാണോ? അതിന്റെ പേര് പ്രേമമാണെങ്കിൽ എനിക്കറിയില്ല. എന്തായാലും 5000 പേരുമായിട്ട് പ്രേമം ഉണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പൊ 5000 പേരുമായിട്ടുള്ള പ്രേമം ഒരു കുറ്റമായിട്ട് അദ്ദേഹം കാണുന്നില്ല. കാരണം പ്രേമിക്കാനുള്ള മനസ്സ്, ആ പ്രേമിക്കാനുള്ള ഒരു മനസ്സെന്ന് പറഞ്ഞാൽ വലിയ മനസ്സ് തന്നെ. മനസ്സില്ല, പണമൊന്നുമില്ല. അത് നല്ല കാര്യം, പ്രേമിക്കാനുള്ള മനസ്സൊക്കെ വളരെ നല്ല കാര്യത്തിന് അദ്ദേഹം കേരളത്തിലെ ജനതയെ മുഴുവൻ പ്രേമിക്കട്ടെ, എനിക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ അറിയാം, എന്റെ മണ്ഡലത്തിലുള്ള എന്റെ ആളുകൾക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം. ശരിയാണ്, സത്യത്തിൽ അദ്ദേഹം പറയുന്നില്ല. അത് ശരിയല്ലേ? കഴിഞ്ഞ 25 വർഷമായി തുടർച്ചയായിട്ട് അദ്ദേഹത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക, അദ്ദേഹത്തെയാണ് അവർ ജയിപ്പിക്കുന്നത് വൻ ഭൂരിപക്ഷത്തോടെ. ഒന്നിനുണ്ടല്ല. അല്ല, ജനാധിപത്യം എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. ജനാധിപത്യം നമുക്കുള്ള ഏറ്റവും നല്ല മാർഗം ജനാധിപത്യം തന്നെയാണ്. പക്ഷെ ജനാധിപത്യത്തിൽ ജനങ്ങൾ ചിലപ്പോഴൊക്കെ മിസ്ലീഡ് ചെയ്യപ്പെടും. അവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിച്ചു എന്ന് ഞാൻ പറയുന്നുള്ളൂ, അവർ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. കാരണം യഥാർത്ഥ സംഭവം സത്യം എന്താണെന്നുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കുന്ന കാര്യത്തിൽ അവരെ തടയാനായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പൊതുതെരഞ്ഞെടുപ്പിലും ഏറെക്കുറെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഗാന്ധിജി, നെഹ്റു, അവരൊന്നും അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഭാര്യമാരൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടില്ല. അവരൊന്നും കണ്ടരുതാത്ത കാഴ്ചകളൊന്നും കണ്ടതായിട്ട് ആരും നമ്മളിതുവരെ വായിച്ചിട്ടില്ല. അപ്പോൾ അവരെയൊക്കെ കൂട്ട് ചെയ്തുകൊണ്ട്, ആ മഹാന്മാരെ കൂട്ട് ചെയ്തുകൊണ്ട് താനൊരു വലിയ പുണ്യവാനാണെന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ചീപ്പാണ് എന്നുള്ളത് ആലോചിച്ചാൽ മതി.
ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മന്ത്രി ഈ ലെവലിലേക്ക് തരം താഴാമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിനകത്ത് ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും തെറ്റു പറയുന്നില്ല. കാരണം അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം നല്ലൊരു മന്ത്രിയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പോലും അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയൊക്കെ ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ KSRTCയെ അദ്ദേഹം കൈപിടിച്ച് ഉയർത്തി ഇപ്പം ലാഭത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുക. കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്ന അതിൻ്റെ ദൈനംദിന ചെലവുകൾ പോലും കിട്ടിത്തുടങ്ങി. അങ്ങനെ KSRTC ഒരു ലാഭത്തിലേക്ക് വന്നു. അത് കൊണ്ടുവന്നത് അദ്ദേഹമാണെന്ന് അത് നമുക്ക് സമ്മതിച്ചേ പറ്റൂ. ആ കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചേ പറ്റൂ. പ്രസക്തമായ ചോദ്യം അല്ല. ഒന്ന്, മന്ത്രി KSRTCയെ യഥാർത്ഥ വഴിക്കാണോ കൊണ്ടുപോകുന്നത്, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് ഇനിയും വിലയിരുത്തപ്പെടേണ്ട കാര്യമാണ്. എനിക്ക് അതിന്റെ കൃത്യമായ കണക്കും കാര്യം വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ ചിലതൊക്കെ നല്ലതായിരുന്നു, ചിലതൊക്കെ പരാജയപ്പെട്ടു പോയി. കാരണം അന്ന് അദ്ദേഹം കൊണ്ടുവന്ന പല ബസ്സുകളും പിന്നീട് തുരുമ്പെടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഞാനൊരു മികച്ച മന്ത്രിയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ക്ഷമിച്ചോണം എന്നൊരു മന്ത്രിക്കും പറയാൻ പറ്റത്തില്ല. ഞാനൊരു മന്ത്രിയാണ് എങ്കിൽ എനിക്ക് എൻ്റെ ജനങ്ങളോട് മുഴുവൻ ഉത്തരവാദിത്വമുണ്ട്. എനിക്ക് എൻ്റെ എൻ്റെ കുടുംബത്തിലെ പ്രശ്നം നിങ്ങൾ നോക്കണ്ട എന്ന് പറയരുത്. കുടുംബത്തിൻ്റെയും കൂടി, അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിലും, ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും, ഒരു പുരുഷൻ എന്നുള്ള നിലയിലും ഒരു മന്ത്രി ഒരു നാട്ടിലെ മാതൃകയാകേണ്ടതാണ്. കുട്ടികളുടെ അച്ഛൻ എന്നുള്ള നിലയിലും, എല്ലാ നിലയിലും, കുട്ടികളുടെ മകൻ എന്നുള്ള നിലയിലും, ഒരു അച്ഛന്റെ മകൻ എന്നുള്ള നിലയിലും മന്ത്രിമാരെ അന്നും ഇന്നും എന്നും കേരളം ജനത അവരുടെ ഒരു മാതൃകാ പുരുഷനായിട്ട് കാണുന്നത്. അങ്ങനെ ആ ലെവലിലേക്ക് ഉയരാൻ കഴിയുന്നുണ്ടെന്നുള്ള വേറെ കാര്യം. പക്ഷേ ഈ ദയനീയമായ ഒരു തകർച്ച നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണിത് ചൂണ്ടിക്കാണിക്കുന്നത്? ഞാനിത് രാഷ്ട്രീയം വെച്ച് പറയുകയല്ല. രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ശരി, ഗണേഷ് കുമാർ ആണെങ്കിലും ശരി, ആരാണെങ്കിലും ഇവരൊക്കെ സമൂഹത്തിൽ നൽകുന്ന സന്ദേശം ശരിയോ തെറ്റോ എന്ന് കേരളം ചർച്ച ചെയ്യണം, വിലയിരുത്തണം. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ല, അതിനകത്ത് മറ്റേ ഇത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബകാര്യം. ഇത് മറ്റൊരാൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? കുടുംബകാര്യം ചർച്ച ചെയ്യില്ലായിരുന്നു. അദ്ദേഹം MLA ആയിരുന്നില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം മന്ത്രി ആയിരുന്നില്ലായിരുന്നെങ്കിൽ ആരും ചർച്ച ചെയ്യത്തില്ല. അത് അതിന്റെ വഴിക്ക് പോകും. ഭാര്യ കൊടുക്കുന്ന പരാതിയിൽ കാമ്പുണ്ടോ എന്ന് നോക്കി പോലീസ് കേസെടുക്കും, എത്ര മാത്രമേ ഉള്ളൂ. അത് പബ്ലിക് ചർച്ച ചെയ്യത്തില്ല. അതല്ലല്ലോ, ഗണേഷ് കുമാർ ഇപ്പം മന്ത്രിയല്ലേ. ഒരു മന്ത്രിക്ക് ഇതൊന്നും ആയിക്കൂടാന്ന് എവിടെയെങ്കിലും മാനിഫെസ്റ്റോ വല്ലതും ഉണ്ടോ? എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അത് നല്ല ചോദ്യം. ഒരു മന്ത്രിക്ക് ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, മന്ത്രി ഇങ്ങനെയൊക്കെ ആകണമെന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആകണമെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അത് ഭരണഘടനയിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ വ്യക്തി ജീവിതം, ഒരു ജനപ്രതിനിധിയുടെ വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കൊരു കാഴ്ചപ്പാടും ഒരു കീഴ്വഴക്കമൊക്കെ ഉണ്ട്. ആ കീഴ്വഴക്കം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചുകൊള്ളാമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നല്ലല്ലോ. നമ്മള് തലമുറകളായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. കാരണം പള്ളിയിലാണെങ്കിൽ പള്ളിയിലല്ലാതെ വിവാഹം നടക്കുന്നുണ്ടല്ലോ. അല്ലാതെ ഞാൻ പള്ളിയിൽ വിവാഹം കഴിക്കുമ്പോൾ അത് ഒരു വൈദികന്റെ മുന്നിൽ നിന്ന് കൃത്യമായി ഇത് പറയുന്നുണ്ട്, നീ ഭർത്താവിനെ കീഴ്പ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. എനിക്കെന്തോ ആകാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ മാത്രമല്ല, നമ്മൾ ഈ രജിസ്റ്റർ മാരേജ് നടത്തുമ്പോഴും നമ്മൾ രജിസ്റ്റർ മാരേജ് നടത്തുന്നത് നമ്മൾ ഇനി ജീവിച്ചുള്ളതെന്ന് ആരും എഴുതി കൊടുത്തിട്ടൊന്നുമല്ല. പക്ഷെ ഇതൊരു കീഴ്വഴക്കമാണ്. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഉടമ്പടി സാംസ്കാരിക കേരളത്തിന്റെ ഇല്ലല്ലോ, ആഗോളമായിട്ട് തന്നെ കീഴ്വഴക്കമാണ്. അമേരിക്കയിലൊന്നുമില്ല. ശരിയല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഒരു തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിനെ അമേരിക്കൻ ജനത മുഴുവൻ ചോദ്യം ചെയ്തില്ലേ? ഭാര്യ മാത്രമല്ല ചോദ്യം ചെയ്തത്, അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലേ? അപ്പൊ അത് അമേരിക്ക ഇത്രമാത്രം പുരോഗമിച്ച, ഇത്രമാത്രം ഫ്രീഡം ഉള്ള, ഇത്രയേറെ സ്വതന്ത്ര ചിന്തയുള്ള അമേരിക്കയല്ലതാണെങ്കിൽ അത്രയൊന്നും സ്വതന്ത്രമില്ലാത്ത ഈ പാവം കേരളത്തിലെ ജനങ്ങളെ ഇത്രമാത്രം പുരോഗമനവാദിയായ ഒരു മന്ത്രി വേണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കും. അദ്ദേഹം കഴിവുള്ളൊരു മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും നല്ലൊരു ഭരണാധികാരിയായിരുന്നു. പലതരത്തിൽ കഴിവുള്ള മന്ത്രിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛനും നല്ലൊരു ഭരണാധികാരിയായിരുന്നു. ആ അച്ഛന്റെ മോൻ തന്നെയാണ് ഇദ്ദേഹവും. അപ്പോൾ അവർ കുടുംബപരമായി വളരെ കൃത്യമാണ് മറുപടി. ഒരു നല്ല ഭരണാധികാരി ആണെങ്കിൽ എന്ന് സമ്മതിച്ചാൽ പോലും ഒരു നല്ല ഭരണാധികാരിയാകുക മാത്രമല്ല, ഒരു ജനപ്രതിനിധിയും ഒരു മന്ത്രിയൊക്കെ ഒരു മാതൃകാ പുരുഷനായി തന്നെ വേണം പ്രവർത്തിക്കാൻ. അതാണ് കേരളം പൊതുപ്രവർത്തകരിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ്. ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് ജനപ്രതിനിധികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം മാത്രമല്ലല്ലോ, മറ്റു പലരും ഉണ്ടായിട്ടുണ്ട്.
തൊണ്ണൂറ്റിയാറിലെ നയനാർ മന്ത്രിസഭയിൽ നീല ലോഹിതദാസൻ നാടാർ ജനതാ പാർട്ടിയുടെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഒരു IAS ഉദ്യോഗസ്ഥ ഒരാരോപണം ഉന്നയിച്ചു. ആരോപണം വന്നപ്പോൾ തന്നെ അന്നത്തെ മുഖ്യമന്ത്രി EK നായനാറും അദ്ദേഹം ആ പാർട്ടിയുടെ പ്രസിഡൻ്റായ വീരേന്ദ്രകുമാർ അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞു, 24 മണിക്കൂറിനകം എനിക്ക് രാജി കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പുറത്താക്കും. 24 മണിക്കൂറിനകം എനിക്ക് രാജി കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പുറത്താക്കും. EK നായനാർ വീരേന്ദ്രകുമാറിനെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്. വീരേന്ദ്രകുമാർ ഉടൻ നീല ലോഹിതദാസൻ നാടാരെ വിളിച്ചു പറഞ്ഞു. അത് ആലോചന, നീല ലോഹിതദാസൻ നാടാർ ചെയ്ത് തെറ്റിത്രേ ഉള്ളൂ. ഒരു IAS ഉദ്യോഗസ്ഥ മുറി വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ചുംബിക്കാൻ ശ്രമിച്ചെന്നുള്ള തെറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോയത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ എന്താ പിന്നെ ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹത്തെ ഇപ്പോഴും മന്ത്രിയാക്കി വെച്ചുകൊണ്ടിരിക്കില്ല? ആ ചോദ്യം പിണറായി വിജയനാണ് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിന് പറയാൻ ന്യായമുണ്ട്. ഞങ്ങൾ കുടുംബത്തിൽ കോംപ്രമൈസായി, എനിക്ക് പരാതി ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ നടപടി എടുക്കത്തില്ല. അന്നും ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സ്ത്രീയുടെ പരാതി എഴുതി വാങ്ങിയിട്ട് നടപടി എടുത്ത ആളല്ലേ. അപ്പൊ ഇത് പരാതിയില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ രാജിവെക്കാൻ ഞാൻ ആവശ്യപ്പെടുത്തില്ലെന്ന് അദ്ദേഹത്തിന് പറയാം. അതൊക്കെ ധാർമ്മികതയാണ്. ഭരിക്കുന്ന നേതാവിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ ഒക്കെ ധാർമ്മികതയുടെ പ്രശ്നം. ഇതിനകത്ത് മറ്റൊരു പ്രശ്നമാണ്. പക്ഷെ CPM എന്നുള്ള പാർട്ടി സ്ത്രീകളുടെ സുരക്ഷിതത്തിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി, ഏറ്റവും വലിയ ധാർമ്മികതയുടെ മുദ്രാവാക്യം ഉയർത്തിയ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ തലവൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ തരം താണം നിലയിലെ ഒരു മന്ത്രിയുടെ പ്രസ്താവന വരികയും അതിനെയൊക്കെ ചിരിച്ചു തള്ളുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തീരുമാനിക്കട്ടെ. ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് 112 എന്ന മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ആ 112ലേക്ക് വിളിച്ചാൽ ആ വിളിക്കുന്ന പരാതി ഒരു ഏത് സ്ത്രീകൾക്കും വിളിക്കാം, ഏത് സാഹചര്യത്തിനും വിളിക്കാം. വിളിക്കുന്ന പരാതി പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് റെക്കോർഡാണ്. ഒരു മന്ത്രിയുടെ ഭാര്യ എന്നുള്ള നിലയിൽ ഈ മന്ത്രിയുടെ ഭാര്യ വിളിച്ചിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ വിളിച്ചു, 112ൽ വിളിച്ചു, കംപ്ലൈൻറ്റ് ചെയ്തു. പിങ്ക് പോലീസ് ഉൾപ്പെടെ പോലീസുകാർ സംഭവ സ്ഥലത്തെത്തുന്നു. എന്നിട്ട് ഈ നിമിഷം വരെ, നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ആ പോലീസ് ഈ വിഷയത്തിൽ എന്ത് നടപടി എടുത്തു എന്നുള്ളൊരു ചോദ്യമാണ്. നടപടി കൃത്യമല്ലേ? കാരണം അവിടെ ആ കേസ് രജിസ്റ്റർ ചെയ്യാതെ അത് കോംപ്രമൈസിലാക്കുന്ന കാര്യത്തിൽ വിജയിച്ചല്ലോ. അപ്പം ആ കേസ് എടുക്കാൻ പോയിരുന്നെങ്കിൽ പോലീസിന് ഇപ്പം ആ കേസ് പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ അത് അങ്ങനെ പറ്റില്ലല്ലോ. കാരണം അവിടെ പരാതിയുടെ ആവശ്യമില്ല. പരാതി അവിടെ പിന്നെ വിളിച്ചപ്പോൾ തന്നെ അവിടെ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് രാഷ്ട്രീയമാണ് ഇതിന്റെ പിന്നില്. അങ്ങനെ അവര് ചെറിയ ഒരു സ്ത്രീ അല്ലല്ലോ. ഒരു മന്ത്രിയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ DGPയുടെ നാത്തൂനുമാണ്, ബന്ധുവൊക്കെയാണ്. അപ്പം അതുപോലുള്ള ഒരാൾക്ക് ഇതാ സ്ഥിതിയെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരി സ്ത്രീക്ക് നാളെ ഇതുപോലൊരു പരാതി വിളിച്ചു പറഞ്ഞാൽ എത്രത്തോളം പോലീസ് ആക്ട് ചെയ്യും? അത് ലോകം അറിയത്ത് പോലും ഇല്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ടല്ലേ നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അത് അറിയത്ത് പോലും ഇല്ല. അതിനകത്ത് പോലീസുകാരുടെ വീഴ്ചയുണ്ട് എന്നുള്ളതിനകത്ത് വളരെ വ്യക്തമാണ്. അത് അതിന് ഉത്തരം പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് അതിന് റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ആ അന്വേഷണമൊക്കെ കോട്ടയം പോകത്തേ ഉള്ളൂ. നമുക്കിതെല്ലാം അറിഞ്ഞുകൂടെ? നടപടി എടുക്കാത്തതിന് രഹസ്യമായിട്ട് ആ പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ടായിരിക്കും പരസ്യമായിട്ട് ഈ ഷോക്കോസ് നോട്ടീസ്. ബെന്നിയും കുറച്ചു കാലം ഈ മീഡിയയിലുണ്ട്. ഞാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ മീഡിയ നിൽക്കുന്ന ആളാണ്. 36 വർഷം തിരുവനന്തപുരത്തിരുന്ന് 8 മന്ത്രിസഭകൾ ഭരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എനിക്കെല്ലാം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ മനസ്സിലാകുന്നല്ല നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല. നാടകം തുടരും. ഗണേഷ് കുമാറിന്റെ നാടകവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിപ്പോൾ 2ാം നാടകം. ഇനിയും വീണ്ടും ഒരു മന്ത്രിസഭയിൽ ഗണേഷ് കുമാർ വീണ്ടും മന്ത്രിയായി വന്ന് വീണ്ടും ഇതുപോലൊരു പെണ്ണുകാസിൽപ്പെട്ട് വീണ്ടും ഒരു ഭാര്യ, ഒരുപക്ഷെ ഒരു 3ാം ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച് അത് ഈ മീഡിയ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് കണ്ടാലും എനിക്ക് യാതൊരു അത്ഭുതവുമില്ല. കഥ തുടർന്നുകൊണ്ടേയിരിക്കും.